വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമെന്ന് പറഞ്ഞ് ഡുപ്പുപ്പാക്കൊരാനുണ്ടെന്നുവിലെ കുഞ്ഞുപാത്തുമ്മ അത്ഭുതം കൂറുമ്പോൾ സമുദായത്തിന്റെ അജ്ഞതയുടെ ഇരുണ്ടകങ്ങളിലേക്കാണ് ബഷീർ ടോർച്ചടിക്കുന്നത്. നോവലിൽ വിദ്യാഭ്യാസം നേടിയ നിസാർ അഹമ്മദ് അക്ഷരമറിയാത്ത കുഞ്ഞുപാത്തുമ്മയെ വിവാഹം ചെയ്യുന്നതിലൂടെ ആ വെളിച്ചമാണ് പരക്കുന്നത്. അന്ധവിശ്വാസത്തിനെതിരായ ഇടിമിന്നലാണ് ആ നോവലിലെ പ്രണയം. ഒരു ഭാഗത്ത് സമുദായത്തിനകത്തേക്ക് ആധുനികതയുടെ കാറ്റും വെളിച്ചവും കടത്തി പരിഷ്കരിക്കുന്നതോടൊപ്പം മറുഭാഗത്ത് മതങ്ങളുടെ സകലമാന മതിൽക്കെട്ടുകളും തകർക്കാനുമാണ് ബഷീർ തന്റെ തൂലികയിലൂടെ കഠിനമായി അധ്വാനിച്ചത്. എത്രയെത്ര നാടുകൾ, എത്രയെത്ര മനുഷ്യർ, എത്രയെത്ര ജീവിത സന്ദർഭങ്ങളാൽ ജനനിബിഡമാണ് ബഷീറിന്റെ രചനാലോകം. അവരുടെ വിശപ്പിന്റെയും സ്നേഹത്തിന്റെയും കാമത്തിന്റെയും ഏകാന്തതയുടെയും സാർവത്രികതയാണ് ബഷീർ എഴുതിക്കൊണ്ടിരുന്നത്. മജീദും സുഹറയും സാറാമ്മയും കേശവൻ നായരും ആനവാരിയും എട്ടുകാലിയും കണ്ടംപറയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കഥാലോകത്ത് നിന്ന് ആരെയും മതമോ ജാതിയോ പറഞ്ഞ് വേർതിരിച്ച് നിർത്താനാവില്ല. മതേതര ജനാധിപത്യ കേരളത്തിന്റെ അസൽ ശരിപ്പകർപ്പാണ് ബഷീർ സാഹിത്യം. എല്ലാ ജാതിക്കാരും എല്ലാ മതസ്ഥരും ബഷീറിന്റെ കഥാപാത്രങ്ങളായിട്ടുണ്ട്. ഞാൻ എല്ലാ ജാതിയിലും പെട്ട സ്ത്രീകളുടെ മുലകുടിച്ചാണ് വളർന്നതെന്ന് ബഷീർ പറയാറുള്ളതാണ്. അനൽഹക്ക് മാത്രമല്ല, അഹം ബ്രഹ്മാസ്മി എന്നും അദ്ദേഹം ഉരുവിട്ടു. മലയാളിയുടെ പാരായണശീലങ്ങളിലേക്ക് മുസ്ലിം ജീവിതം കൊണ്ടുവന്നു എന്നതുകൊണ്ട് ബഷീറിനെ ഒരു മുസ്ലിം എഴുത്തുകാരനായി ചാപ്പുകുത്താൻ ഇടക്കാലത്ത് ചിലർ നീക്കം നടത്തിയിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. ബഷീർ സാഹിത്യത്തിൽ മതം പരതിയവർ ബാല്യകാല സഖിയിലെ മജീദിന്റെ സുന്നത്ത് കല്യാണവും പാത്തുമ്മയുടെ ആടിലെ ഉമ്മയുടെ നിസ്കാരവും മാത്രം കണ്ട് നിരാശരാവുകയായിരുന്നു. വിശ്വമാനവികതയുടെ എഴുത്തുകാരന് എന്നും ഒരൊറ്റ മുദ്രാവാക്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഒന്നും ഒന്നും ഇമ്മിണി വലിയ ഒന്ന്. മനുഷ്യർ ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടല്ല ഒന്നാണെന്ന ഒരുമയുടെ ഇതിഹാസമാണ് മലയാളിക്ക് എന്നും വൈക്കം മുഹമ്മദ് ബഷീർ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നു. ചെറുപ്പത്തിൽ നമ്മൾ കറിച്ചട്ടി ചിരട്ടയായി മുരിങ്ങാപ്പൂ പറിച്ചിട്ട് കറി വച്ച് കളിച്ചതും മറന്നു. ചെറുപ്പത്തിൽ